സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അഭാൻ എന്ന 23 വയസ്സുള്ള ഒരു കോമളനായ യുവാവ് നടത്തിയ ഒരു ഭയാനകമായ കൊലപാതക പരമ്പരയുടെ വാർത്ത കേട്ട് മനുഷ്യൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. വാത്സല്യത്തോടെ അച്ഛനും അമ്മയും എത്രമാത്രം ബുദ്ധിമുട്ടും എത്രമാത്രം കഷ്ടപ്പാടുകളും സഹിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് അറിയാതെ അവർ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഈ മക്കൾ വളർന്നു വരുമ്പോൾ നമുക്കൊന്ന് വിശ്രമിക്കാമല്ലോ എന്ന്, ഇവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി നമ്മുടെ വയസ്സുകാലത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോഴല്ല ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനാണ് 23 വയസ്സുള്ള അഭാൻ. എന്തൊരു ക്രൂരപ്രവൃത്തിയാണ് അവൻ ചെയ്തത്. സ്വന്തം സഹോദരന് ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് അവൻ്റെ തലയിൽ വലിയ ചുറ്റിക കൊണ്ടടിച്ച് അവനെ കൊന്നു നിലത്തിട്ടു. സ്വന്തം അമ്മയുടെ അമ്മയെ, സ്വന്തം കാമുകിയെ എന്തിനു പറയുന്നു, 5 പേരെ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നു. 6ാമത് സ്വന്തം അമ്മയെയും അവൻ വകവരുത്താൻ ശ്രമിച്ചു. അവർ ഇപ്പോൾ മരണത്തോട് മല്ലിട്ട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. ജീവിതത്തിൽ പിടിവിട്ടു പോകുന്ന മനസ്സ്, വിവേകം, ചിന്ത, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ രൂപപ്പെടുന്നത്? പണം കൊണ്ടും ആഹാരം കൊണ്ടും വേഷഭൂഷാദികൾ കൊണ്ടും ഇന്ന് കാണുന്ന ഈ ബഹളങ്ങൾ കൊണ്ടുമാണോ? തീർച്ചയായിട്ടുമല്ല. ഒരു മനുഷ്യൻ വളരുന്നത് മൂല്യങ്ങളുടെ അടിത്തറയിലാണ്. മാതാവിനെ ബഹുമാനിക്കുക, പിതാവിനെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരോട് സ്നേഹത്തോടും ദയയോടും മനുഷ്യത്വത്തോടും കൂടി സംസാരിക്കുക, സഹോദരനെ സഹോദരനായും അമ്മയെ അമ്മയായും മുതിർന്നവരെയെല്ലാം ആ അർത്ഥത്തിലും ആദരിച്ച് ജീവിച്ചു പോന്ന ഒരു സംസ്കാരം ഇവിടെ നിലവിലുണ്ട്. ആ സംസ്കാരത്തിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഈ ക്രൂരമായ, ഈ പൈശാചികമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും കൊല്ലുകയാണ്. ഒന്നിനും പരിഹാരം അവൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. കാമുകി വഞ്ചിച്ചിട്ടാണോ? അച്ഛൻ്റെ കടം തീരാഞ്ഞിട്ടാണോ? ഇവൻ്റെ ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കാഞ്ഞിട്ടാണോ? എന്താണ് ഇതിന് കാരണം? ഇങ്ങനെയാണോ ഓരോ യുവാവും യുവതിയും വളർന്നു വരേണ്ടത്? തീർച്ചയായിട്ടുമല്ല. സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരെ ഇത്തരത്തിൽ സ്വാധീനിക്കുന്ന ആ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണം. മയക്ക് മരുന്നാണോ? അതിൻ്റെ തീവ്രമായ ഭാവങ്ങളാണോ ഇവരെ മനുഷ്യൻ എന്ന ചിന്തയിൽ നിന്ന് ഇവരുടെ മനസ്സിനെ വേർപെടുത്തുന്നത്? പൈശാചികമായ രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് ഇവരുടെ മനസ്സ് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കും സർക്കാരിനുമുണ്ട്. ഇവിടെ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വ്യാപാരം, അതെവിടെ നിന്ന് വരുന്നു? അത് ആരിലൂടെ ഇത് വിൽക്കപ്പെടുന്നു? എവിടെയെല്ലാം ഉണ്ട് ഇതിൻ്റെ ശേഖരങ്ങൾ എന്ന് ശക്തമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിൻ്റെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുന്ന അതിതീവ്രവും ശക്തവുമായ ഒരു അന്വേഷണമാണിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരിടത്തല്ല, ഇപ്പോൾ നിരന്തരമായ ചെയിൻ കില്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊന്നാലൊന്നും ആർക്കും ഒരു ദുഃഖവുമില്ല. കൊല്ലുന്നത്, രക്തം തെറിച്ച് വീഴുന്നത് കണ്ടാൽ ആ രക്തത്തിൽ അവർക്ക് യാതൊരു ദുഃഖവും പശ്ചാത്താപവും തോന്നുന്നില്ല. അങ്ങനെ പശ്ചാത്താപം തോന്നാത്ത, ദുഃഖം തോന്നാത്ത, മാതാപിതാക്കന്മാരായി തിരിച്ചറിയാൻ കഴിയാത്ത, സഹോദരന്മാരായി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പുതിയ സമൂഹം, ചെകുത്താൻ്റെ സന്തതികൾ ഇവിടെ വളർന്നു വരുന്നു. ആ വളർച്ച തടയണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മാതാപിതാക്കന്മാർ ഉണർന്നെഴുന്നേൽക്കണം.
അച്ഛൻ മക്കളെയും വീടിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഗൾഫിൽ പോകുന്നതാണ്. അവിടെ നിന്ന് അവർ തൻ്റെ കുടുംബത്തിലേക്ക് അവരുടെ ജീവിതം സന്തോഷകരമായി തീരാൻ പണം അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ പണം എത്തുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? അത് അമ്മമാരെയും മറ്റുള്ളവരെയും ഭയപ്പെടുത്തി ഈ 23 വയസ്സുള്ള ഈ ഫർഹാനെ പോലെയുള്ള ആളുകൾ അവരെ ഭയപ്പെടുത്തി പണം തട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് യഥേഷ്ടം പണം ലഭിക്കാതെ വരുമ്പോൾ അവർ കൊലക്കത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ മാറുന്നു. ഇത് അവസാനിപ്പിച്ചേ മതിയാകും. ഇത് നമ്മുടെ നാടിൻ്റെ അപചയമാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അപചയമാണ്. ഇത് നാം വളർത്തിയെടുത്ത പരിഷ്കാരങ്ങളുടെ എല്ലാം അപചയമാണ്. ഇത് ഇനിയും തുടരാൻ പാടില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന് മേൽ തൂങ്ങിക്കിടക്കുന്ന സോഫോക്ലീസിൻ്റെ വാളാണ്. ഇത് എപ്പോൾ വീണ് ഈ ലോകം നശിക്കും എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ വാൾ അറുത്തു മാറ്റുക തന്നെ വേണം. ഈ അന്ധകാരത്തിൻ്റെ ശക്തികളെ പിഴുതെറിയുക തന്നെ വേണം.